നമസ്കാരം, എല്ലാവർക്കും ധന്യ ഷിജിം വ്ലോഗ്സിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 2 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ അനീഷും രേണു സുധിയും തമ്മിൽ ഒരു അടാറ് വഴക്ക് നടന്നിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ പരസ്പരം വിട്ടുകൊടുക്കില്ല എന്നുള്ള മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് വലിയ രീതിയിലുള്ള വഴക്കായിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ രേണു സുധി കണ്ണടച്ചു എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അനീഷിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അനീഷ് രാവിലെ എഴുന്നേറ്റാൽ ആരെങ്കിലും ചെന്ന് പ്രൊവോക്ക് ചെയ്യും. ഈ ചൊറിഞ്ഞ് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് അനീഷ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അനീഷ് നേരെ പോയിരിക്കുന്നത് നമ്മുടെ രേണു സുധിയുടെ അടുത്തേക്കാണ്. പക്ഷേ രേണു സുധി ആണെങ്കിൽ ആ ഒരു വലയിൽ വീഴുകയും ചെയ്തു. അപ്പോൾ രേണു സുധിയോട് അനീഷ് പോയി പറയുകയാണ്, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞങ്ങളുടെ ഈ അനീഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അനീഷ് ഒരു കാര്യം പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് പറയില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഈ എതിരാളി ആരോടാണോ അനീഷ് പറയുന്നത്, ആ കണ്ടസ്റ്റൻറ്റ് അനീഷിൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ സ്ക്രീൻ സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ അനീഷിന് കിട്ടും എന്നുള്ളത് അനീഷിന് വ്യക്തമായി അറിയാം. അത് വീട്ടുകാരിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ രേണു സുധി അനീഷ് ഇങ്ങനെ രേണു സുധി കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ, താൻ പോടോ, താൻ എൻ്റെ കണ്ണി നോക്കി ഇരിക്കുകയാണോ എന്നുള്ളതൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ട്രിഗർ ആവുന്നുണ്ട്. അപ്പോൾ അനീഷ് തന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രേണു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, രേണു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ രേണു സുധി പറഞ്ഞിട്ട്, താൻ പോടോ, താൻ എൻ്റെ അടുത്തേക്ക് വരണ്ട, പട്ടി കുരച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് വീണ്ടും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഷോർട്ടേജ് ആണ്, ഇനിയും ഷോർട്ടേജ് ആവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇത് തന്നെ അനീഷ് പറഞ്ഞുകൊണ്ടത്. പക്ഷെ അത് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഒരുപാട് ചിരിച്ചു. കാരണം രേണു വളരെയധികം വയലൻ്റായ രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം രേണു സുധി പുറത്തും അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു കാര്യത്തോട് പ്രതികരിക്കുന്ന സമയത്ത് വല്ലാതെ ട്രിഗറായിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ രേണു സുധിയുടെ ആ ഒരു റിയൽ ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാനാവില്ല. അങ്ങനെ രേണു സുധി പറയുന്നത്, താൻ പോടോ, താൻ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുമ്പോൾ വീണ്ടും അനീഷ് രേണു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനാണ് ഇവിടെ ബിഗ് ബോസ്, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇവിടെ ആർക്കും ഒരു അധികാരവും കൊടുത്തിട്ടില്ല, ആരും ആരുടെ അടിമകളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ നിന്ന് രേണു ഫയറാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രേണു സുധി അനീഷ് കുറച്ച് നേരം കഴിഞ്ഞതും രേണുവിന് റേണു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ രേണു സുധി, എൻ്റെ പേര് റേണു മോൾ എന്നല്ല, രേണു സുധി എന്നുള്ളതാണ്, യു കോൾ മീ രേണു സുധി എന്ന് പറയുന്നത്. എന്നിട്ട് രേണു സുധി എന്നുള്ളത് വിളിച്ചില്ലെങ്കിലും രേണു എന്നുള്ളത് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഈ റേണു എന്നുള്ളത് RENU അല്ലേ സ്പെല്ലിങ്, പിന്നെ എങ്ങനെയാണ് ഞാൻ രേണു എന്ന് വിളിക്കേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധി എന്ന് വിളിച്ചില്ലെങ്കിലും രേണു എന്ന് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് രേണു സുധി പറയുകയാണ്. അപ്പോഴാണ് അനീഷ് അവിടെ നിന്ന് ഈ പറഞ്ഞ സുധി ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ അപ്പം തന്നെ അവിടെ നിന്ന്, അത് വേണ്ട, അതവരുടെ ഹസ്ബൻഡാണ്, അതിൽ തൊട്ട് കളിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രേണു സുധി, മരിച്ചുപോയ ഒരാളെ ഇതിലോട്ട് വലിച്ചഴിക്കരുത്, മരിച്ചുപോയ ഒരാളെ പറ്റി ഇവിടെ സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരും പറഞ്ഞത് മോശമാണ്, അതൊരിക്കലും അങ്ങനെ പറയരുത്, അതവരുടെ ഹസ്ബൻഡാണ്, മരിച്ചുപോയൊരു വ്യക്തിയാണ്, അതിനെക്കുറിച്ച് ഒരിക്കലും പറയരുത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അനീഷിന് തന്നെ മനസ്സിലായി കാര്യം കൈവിട്ടു പോയി എന്നുള്ളത്. കാരണം സുധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവരെല്ലാവരും കൂടെ ഏറ്റുപിടിച്ചപ്പോൾ തന്നെ അനീഷിന് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവരുടെ പാസ്റ്റ് എന്താണ്, ഇവരുടെ പാസ്റ്റ് ലൈഫ് എന്താണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അത് നിങ്ങൾ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരും നീ പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇവരുടെ പാസ്റ്റ്, ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മുടെ അപ്പാനി ശരത്തൊക്കെ പറയുന്നുണ്ട്, താനെന്താണോ പെട്ടെന്ന് ഭൂമിയിലേക്ക് പൊട്ടിമുളച്ചതാണോ, ലോകത്തുള്ള കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ എന്നുള്ളതൊക്കെ അപ്പാനി ശരത്തും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനീഷ് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തെ മാറ്റിവിടണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇവരുടെ പാസ്റ്റ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേണു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. പക്ഷെ അവർ തമ്മിൽ ആ ഒരു വഴക്ക് അത് വളരെ രസകരമായിരുന്നു. കാരണം രേണുവിന് ദേഷ്യം വരുന്ന സമയത്ത് രേണു വല്ലാതെ അങ്ങ് ട്രിഗറാകും. അത് നമ്മളെല്ലാം പല ബിഗ് ബോസ് വീടിന് പുറത്ത് തന്നെ പല ഇൻ്റർവ്യൂകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രേണുവിന് ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നല്ല രീതിയിൽ ഒച്ചത്തിൽ വളരെയധികം ശബ്ദത്തോടുകൂടി അലറി വിളിക്കുന്ന ആ ഒരു രീതിയിലാണ് രേണു സംസാരിച്ചത്. അല്ലാതെ ഒരു പ്രതികരണം നടന്നപ്പോൾ കാമായിട്ട് ഒരിക്കലും രേണു സംസാരിക്കില്ല. ഭയങ്കര ശബ്ദത്തോടു കൂടി രേണു
സംസാരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെയധികം വയലൻ്റായി സംസാരിച്ചിട്ട് അവിടെ പോയിരിക്കുന്ന രേണുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അനീഷ് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അനീഷും രേണുവും തമ്മിൽ നല്ലൊരു മുട്ടം വഴക്കിന്ന് നടന്നിരിക്കുകയാണ്. സോ പ്രേക്ഷകർ ഈ ലൈവ് കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അനീഷും രേണുവും തമ്മിലുള്ള ഈ ഒരു വഴക്കിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.